ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് സ്കിൻ ടാനിങ്. നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോഴേക്കും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇരുണ്ടതായിട്ട് കാണുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ടാനിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം സൺലൈറ്റ് എക്സ്പോഷർ നമ്മുടെ സ്കിന്നിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എത്ര നേരം പുറത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ടാനിങ് ഒക്കെ മാറ്റാനായിട്ട് എന്തെങ്കിലും റെമഡീസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോരുത്തരുടെ സ്കിന്നിൽ വരുന്ന ടാനിങ്ങിനും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടാനിങ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഹോം റെമഡി ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. അപ്പം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് മാസ്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക. ടാനിങ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഫേസ് പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ്. അപ്പോൾ നന്നായിട്ട് തരിയില്ലാത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് അല്ലെങ്കിൽ യോഗട്ട് ചേർക്കുക. ഇനി നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നാരങ്ങാ നീരാണ്. 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീര് ചേർക്കുക. ഇനി നിങ്ങൾക്ക് നാരങ്ങാ നീര് അലർജിക്ക് ആണെങ്കിൽ ഇതിന് പകരം നമുക്കൊരു തക്കാളിയുടെ നീര് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക. അപ്പോൾ കിച്ചണിലൊക്കെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണിത്. അതുകൊണ്ടാണ് നമ്മൾ 2 നുള്ള അളവിൽ മാത്രം ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. ഫേസ് നന്നായിട്ട് കഴുകുക. നമ്മൾ എന്തൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ അല്ലേ എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കയ്യിലെടുത്തോ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചോ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ ഒരു കട്ടി കോട്ടായിട്ട് തന്നെ നമ്മൾ ഫേസിലെല്ലാം, നിങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ ടാനിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിതൊരു ഫുൾ ബോഡി പാക്കായിട്ട് വരെ യൂസ് ചെയ്യാം. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ ആഡ് ചെയ്തിരിക്കുന്ന റൈസ് ഫ്ലോറിൽ നമ്മുടെ സ്കിന്നിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒത്തിരി കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് അതിൽ ഫെറൂറിക് ആസിഡ്, വൈറ്റമിൻ ഇ, നിയാസിനിമേഡ് ഇതെല്ലാം ഉണ്ട്. ഈ കോമ്പൗണ്ട്സ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും അതുപോലെ സ്കിന്നിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ റീജനറേഷൻ പ്രോസസ്സിനൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ആഡ് ചെയ്ത നാരങ്ങാനീര്, ഈ നാരങ്ങാനീര് അലർജിക്കായിട്ടുള്ളവർ ടൊമാറ്റോ ജ്യൂസാണ് ചേർത്തതെങ്കിലും അത് നമ്മുടെ സ്കിന്നിനൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് തരുന്നത്. അങ്ങനെ നമ്മുടെ സ്കിന്നിനെ മൊത്തത്തിൽ ഡെഡ് സ്കിൻ സെൽസിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നല്ല പോലെ ബ്രൈറ്റ് ആക്കി ഈ ടാനിങ് ഒക്കെ റിമൂവ് ചെയ്ത് ആ ഒരു ഗ്ലോ ഒക്കെ തരാൻ ഈ ഒരു ഫേസ് പാക്ക് വളരെ ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കയ്യിലെടുത്ത ശേഷം നന്നായിട്ടൊരു 5 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം ഇത് കഴുകിക്കളയുക. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒട്ടും ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എത്ര തരിയില്ലാത്ത അരിപ്പൊടിയാണെങ്കിൽ പോലും അത് കുറച്ച് നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ചസ് ഉണ്ടാക്കാൻ സാധ്യത. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കല്ലേ. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ടാനിങ് എല്ലാം മാറി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആവുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നിങ്ങളുടെ ഫേസിൽ പണ്ട് മുതലേയുള്ള കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന പാടുകൾ ഇതൊക്കെ ഒത്തിരി ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 തവണ വെച്ച് ഒരു മാസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പഴക്കമുള്ള പാടുകൾ വരെ മാറുന്നത് കാണാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒത്തിരി ഹോം റെമഡീസ്, ഒത്തിരി DIY റെമഡീസ് ഒക്കെ ഞാൻ ഈ ഒരു ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.